ഹലോ, ന്യൂ ഇയർ ഒക്കെ വരുവല്ലേ, ഒന്ന് ഔട്ടിങ്ങിന് ഒരു വാട്ടർഫാൾസിലൊക്കെ പോണോന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് പോയി ഒന്ന് എൻജോയ് ചെയ്ത് ഒരു അടിച്ച് നനച്ച് കുളിക്കാനുള്ള ഫീലൊക്കെ എനിക്കിപ്പോ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായിരുന്നാലും ഇന്നൊരു വാട്ടർഫാൾസിലേക്ക് പോവാണ്. കൊല്ലത്തേക്കാണ് പോകുന്നത്. സേഫ് ആയിട്ടും എൻജോയ് ചെയ്തും കുളിക്കാൻ പറ്റിയ ഒരിടമാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കൊല്ലം ജില്ലയിലെ അത്ര പ്രശസ്തമല്ലാത്തൊരു വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. കൊല്ലം കണ്ടവന് ഇല്ല വേണ്ടെന്നാണല്ലോ ചൊല്ല. അതുപോലെ എങ്ങാനും ആവോ ഇവിടെ പോയാലുള്ള അവസ്ഥയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ദേ മീനെ കണ്ടോ, ചുണ്ടത്ത് ചൂണ്ട കുരുങ്ങിയ ഒരു കിടിലം മീൻ. ഇപ്പൊ മനസ്സിലായോ ഈ സ്ഥലം എവിടെയാണെന്ന്? മനസ്സിലായിട്ടില്ല അല്ലേ? മനസ്സിലാക്കണ്ട കേട്ടോ. ആദ്യം നമുക്ക് കുളിക്കാം. അതിനുശേഷം ഈ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയുണ്ട്? നല്ല കിടിലം വെള്ളച്ചാട്ടം അല്ലേ? ഇവിടെ വന്ന് കുളിക്കണം. ഞാൻ കുളിക്കാനാ തീരുമാനം. ഇങ്ങനെ അരഞ്ചം പുറഞ്ചം ഇവിടെ കിടന്ന് മറിഞ്ഞ് കുളിക്കണം. എന്ത് രസാണെന്നറിയാവോ? ഇതുപോലുള്ള തെളിനീര് പോലുള്ള വെള്ളത്തില് എന്താ പറയുന്നേ, ഒരു വല്ലാത്ത അനുഭവമാണ് ഇങ്ങനെ അങ്ങ് കുളിക്കാന്ന് വെച്ചാൽ. അപ്പൊ എല്ലാവരും ഇവിടെ വരണം. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? ഈ സ്ഥലം കാട് പിടിച്ചു കിടന്ന ആരും അധികം അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥലമായിരുന്നു കേട്ടോ. എന്താ പറയുന്നേ, നല്ല ആഴമുള്ള സ്ഥലവും പാറക്കെട്ടുകളും വഴിക്കലുള്ള പാറക്കെട്ടുകളും ഒക്കെയുള്ള ഒരു സ്ഥലം. ഇവിടെയാണെങ്കിൽ പണ്ടൊക്കെ കുളിക്കാനിറങ്ങിയ പലരും അപകടങ്ങളിൽ പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞറിവ്. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വരുമ്പോ ഇവിടെ ഒരു അപകട മുന്നറിയിപ്പിന്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ബോർഡൊക്കെ എടുത്തു മാറ്റിയിരിക്കുന്നു. എന്താ കാര്യം എന്നറിയാവോ? ഇന്നിത് കൊല്ലം DTPC ഏറ്റെടുത്തിരിക്കുകയാണ്. അപകടക്കുഴികളൊക്കെ നികത്തി സുരക്ഷാ വേലികളൊക്കെ കെട്ടി കുഞ്ഞുങ്ങൾക്കും ഫാമിലിക്കും ഒക്കെ സേഫ് ആയിട്ട് കുളിക്കാനുള്ള രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നല്ല സേഫ് ആയിട്ട് കുളിക്കാൻ പറ്റും. ഇപ്പൊ ആഴമൊക്കെ കുറച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വരെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിപ്പോ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയാം. നല്ല രസമായിട്ടാണ്. ഇന്ന് ഞാൻ ഇവിടെ കിടന്ന് മറിയും. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് കേറി പോവാനേ തോന്നില്ല. അത്രയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കൊല്ലം കണ്ടവന് ഇല്ല വേണ്ടാന്ന്. അതുപോലുള്ള ഫീലിയാണ് ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ. എന്ത് രസാന്നറിയോ? ഇങ്ങനെ വെറുതെ ഇരിക്കാം, സ്വപ്നം പരസ്പരം കഥ പറഞ്ഞിരിക്കാം. അതുപോലെ നിന്നും കിടന്നും നടന്നും ഒക്കെ കുളിക്കാൻ പറ്റിയ ഒരു കിടിലം വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. പിന്നെന്താ പറയുന്നേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് DTPC ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. അതെ, കുട്ടികളെയും ഫാമിലിയെയും ലക്ഷ്യമാക്കി കുട്ടികളുടെ പാർക്കൊക്കെ ഇതിനോട് ചേർത്ത് പണിയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നേ, ആമയുണ്ട്, മുയലുണ്ട്, ചറുക്ക് വണ്ടിയുണ്ട്. അങ്ങനെ കുട്ടികളെ ആകർഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ആ പാർക്കിനുള്ളിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നേ, ബാച്ചിലേഴ്സിന്റെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇത്. സ്കൂളും കോളേജുകളൊക്കെ കട്ട് ചെയ്തുള്ള ബിരുദന്മാരൊക്കെ ഏറ്റവും കൂടുതൽ സമയം ഇവിടെ വന്നാണ് ചെലവഴിക്കുന്നത്. കണ്ടോ, ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്നാൽ ഒന്നും അറിയാൻ പറ്റില്ല, സമയം പോകുന്നത് അറിയില്ല. രാവിലെ വന്ന് ഈ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ വഴിനീര് ഇറങ്ങി അങ്ങ് പോയാൽ മതി. അത് നമുക്ക് പോവാനൊട്ട് മനസ്സ് തോന്നുക കൂടിയില്ല. അത്രയ്ക്ക് രസമാണ് ഇവിടെ, അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ, അത്രയ്ക്കൊരു ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് കുളിച്ചു കഴിഞ്ഞാല്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരല്ലോ, ഇനി ഈ സ്ഥലം എവിടെയാണെന്ന് അറിയണ്ടേ? അതെ, നീ നോക്കിക്കേ, മീൻ പിടിപ്പാറ. അതെ, കൊല്ലം കൊട്ടാരക്കരയിലാണ് ഈ സ്ഥലം ഉള്ളത്. കൊട്ടാരക്കര സിഗ്നലിനടുത്ത് നിന്ന് സെന്റ് ഗ്രിഗോറിയസ് കോളേജിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് വഴി നേരെ പോകുമ്പോൾ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല, നിറച്ച് സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. ആ സൈൻ ബോർഡ്സ് നോക്കി അങ്ങ് പോയാൽ മതി, ഇവിടെ എത്താം. ഇവിടെ കണ്ടോ, ഇതിനുള്ളിലാണ് ഈ പാർക്ക് സെറ്റ് ചെയ്യുന്നത്. പാർക്കിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അകത്തേക്ക് ആർക്കും ഇപ്പൊ പ്രവേശനമില്ല. എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിനുള്ളിൽ ഈ പാർക്കൊക്കെ ഓപ്പൺ ആവുമെന്നാ തോന്നുന്നത്. അപ്പൊ നിറച്ച് കുട്ടികളും ഫാമിലിയും ബാച്ചിലേഴ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു കിടിലം ടൂറിസ്റ്റ് പ്ലേസ് തന്നെ ആവും. അപ്പൊ എന്റെ ആദ്യത്തെ ട്രാവൽ വ്ലോഗാണ്. തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക.
തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ടും കൂടുതൽ മെച്ചപ്പെട്ടതാക്കിക്കൊണ്ടും വീണ്ടും ഞാൻ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ സ്ഥലം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ ഈ സ്ഥലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലത്തേക്ക് ഒരിക്കലെങ്കിലും ഒന്ന് വരിക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എന്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരിക്കും ടാറ്റാ.